I'm going to do the Project 50 challenge. അങ്ങനെ ഞാനും ഈ ഒരു പ്രോജക്ട് 50 എന്ന ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോക്കാണ് ഗൈസ്. നീ ഏതാടാ മനസ്സിലായില്ലേ? ഇല്ല. ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ. ഇങ്ങനെ മതിയോ? ഇത് മതി ഇപ്പൊ കറക്റ്റ്. അവൻ ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് അവന്റെ പേര് തന്നെ ധാരാളമായി. എന്താ പേര്? സിദ്ദീഖുൽ അക്ബർ എന്നാണ് ഈ വിദ്യാർത്ഥിയുടെ പേര്. സാർക്ക് ഇപ്പിടി ഒരു ഫ്ലാഷ് ബാക്ക് ഇരിക്കുന്നു. ഒരു പോലീസുകാരനും പറഞ്ഞില്ല. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗിവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. വീഡിയോ തയ്യാറാക്കിയതിൽ യാതൊരു വിധ തരത്തിലുള്ള ഖേദവും കരുതില്ല എന്നാണ് ഈ പുതിയ വീഡിയോയിൽ സിദ്ദീഖുൽ അക്ബർ പറയുന്നത്. ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. എന്താണ് പ്രോജക്ട് 50 എന്നോ എന്താണ് ഇതിൻ്റെ റൂൾസ് എന്നോ അറിയാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഞാൻ ചെയ്ത ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ. അപ്പോൾ ആരംഭിക്കില്ല. ചെറിയ ഉള്ളി 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100, വെണ്ടക്ക 3 കിലോ 100, വെണ്ടക്ക 3 കിലോ 100, ബീറ്റ്റൂട്ട് 3 കിലോ. നിങ്ങൾ തോട് കാണുന്നുണ്ടോ? നബില കുറുനീരിനെ കണ്ടെന്നാ പറയണ്ടെന്നറിയാം എനിക്ക്. ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് പറയുക, നീ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണണം. തോട്ടിൽ വെള്ളം കുറവാണ്. ഇത് കാണാൻ ആടുന്ന് വീട്ടേക്ക് വന്നേ. അപ്പൊ ഗായ്സ് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം ഗായ്സ്. ഓരോ ദിവസം കുറെ പാഠങ്ങൾ പഠിച്ചല്ലേ നബിലെ? എന്തെങ്കിലും പറയടാ. എന്ത് മാ ഗൈസ്, മഴ പെയ്യുന്നു ഗൈസ്. നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ? Run. ഓ എസ്തെറ്റിക്. ഈ പഞ്ചസാരയൊന്നും അത്ര നല്ലതല്ല. ഞാൻ ആക്കിയോണ്ട് പറയുന്നില്ല, ഇതുപോലൊരു വൃത്തിയിട്ട കാപ്പി ഇതുവരെ ഞാൻ കുടിച്ചിട്ടില്ല. കുഴപ്പമില്ല. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ. കാപ്പി കുടിച്ചതിന് ശേഷം ഉപ്പിട്ട വെള്ളം വായിൽ ഗുളുഗുളു ആക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പല്ലിന് സ്റ്റെയിൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗുളുഗുളു ആക്കാം. ഹലോ ഗുഡ് മോർണിംഗ്. പിന്നെ ഇന്ന് കുറച്ച് തിരക്കാണ്, ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അതുകൊണ്ട് 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. ഞാൻ ജസ്റ്റ് കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഒന്നാമത് ആദ്യത്തെ ദിവസമല്ലേ, അപ്പോൾ അതുകൊണ്ട് 1 മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും 1 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റും നിസാരം. എങ്ങനെ ഇരിക്കുന്നു? മാർക്കറ്റിനെ കുറിച്ചൊന്നും അറിയില്ലല്ലേ? നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. My unmatched perspicacity, coupled with sheer indefatigability, makes me a feared opponent. എന്തോ കാര്യമായിട്ട് പറഞ്ഞുണ്ട്.
നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കണം. സോ നെക്സ്റ്റ് ടോപ്പിക്ക് ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം. നല്ല കാറ്റൊക്കെ ഉണ്ട്, മഴ വരാൻ ചാൻസ് ഉണ്ട്. അതിനുള്ളിൽ ഇത് തീർക്കണം. അപ്പോഴേക്കും എന്തായാലും വൈകുന്നേരം വർക്കൗട്ട് ചെയ്യണം. സോ ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം. വീഡിയോ എടുത്തില്ല നമുക്കത് ഹലോ ഓക്കെ. സോ ഇന്ന് ബുധനാഴ്ച എന്ന് പറയുമ്പോൾ ലെഗ് ഡേ. അപ്പോൾ സത്യം പറയാലോ, ലെഗ് ഡേ എന്നല്ല, ഈ വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ കുറേ ആയി. സ്റ്റാർട്ടിങ് ആയതുകൊണ്ടും Project 15 Day 1 ആയതുകൊണ്ടും അധികം അങ്ങനെ സ്ട്രെയിൻ കൊടുത്തിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നില്ല. ഒന്ന് മൈൽഡായിട്ട് നമുക്കൊരു 150 സ്ക്വാട്ട് ചെയ്യാം. 150 ഒറ്റയടിക്കല്ല, പേടിക്കൊന്നും വേണ്ട. നമുക്ക് 50 ആവുമെന്ന് തന്നെ സംശയമാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇത് സിമ്പിളാണല്ലോ. വെയിറ്റ് എടുത്തിട്ട് 50 പറ്റില്ല. ഒന്നാമത് 5 കിലോ എങ്ങാനുണ്ട്. അപ്പോൾ പറ്റുന്ന നോക്കാം. 3 വട്ടം ഫെയിലർ നോക്കാം നമുക്ക്. Come on. എൻ്റെ ഇത് വേറെ ഫീലാണ് കേട്ടോ. 15, 16 എന്ത് വന്നാലും ഫോം വിടാൻ പാടില്ല. 18, 19 ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മളെ നട്ടൽ നേരെയായിരിക്കണം. എന്നാലേ കറക്റ്റ് അവരുടെ ടെൻഷൻ നമ്മളെ ഇവിടെ കിട്ടും. ഹാംസ്ട്രിങ്സ് അല്ല, ഇതിനെന്തെങ്കിലും പറയാം. ഞാനെല്ലാം മറന്നുപോയി. എടാ തുടക്കുന്നതാണ് ഇംഗ്ലീഷിൽ പറയാം. ഇപ്പോഴത്തെയായി 24, 25 ഒന്നും പോരാ. 26, 27, കടല 30. ശരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 35 ഞാൻ എടുത്തിട്ടുണ്ടാവും. 35-40 ഞാൻ എടുത്തിട്ടുണ്ടാവും. കുറേ ഞാൻ എണ്ണിയിട്ടില്ല നിങ്ങളോട് സംസാരിക്കുമ്പോൾ. അപ്പോൾ ഈ സംസാരിച്ചിട്ട് ചെയ്യൽ കുറച്ച് പാടാണ്. ഈ സാധനം ഞാൻ ഊരി വെക്കലാന്ന്. നീ ഉണ്ടായിട്ടുള്ളൂട്ടാ, നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. ഓൾമോസ്റ്റ് എല്ലാ ചാലഞ്ചും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ട്രാക്ക് യുവർ പ്രോഗ്രസ്. പിന്നെ 3 പേജ് വായിക്കാനുണ്ട്. 10 പേജാണല്ലോ ഒരു ദിവസം വായിക്കണ്ടേ. 7 എണ്ണം ഞാൻ വായിച്ച് അത് ഞാൻ കിടക്കുമ്പോൾ ക്ലിയർ ആക്കും. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? പോയേ കയ്യിന്ന് പോയേ. ഓക്കെ. Project 15 Day 1, Day 2, Day 3, Day 4 അതൊക്കെ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വർക്കൗട്ട് സ്കിപ്പ് ചെയ്തത്. 4ാമത്തെ ദിവസവും ലെഗ് ഡേ ആയിരുന്നു. പ്രീവിയസ് ലെഗ് ഡേന് ഞാൻ അങ്ങനെ പ്രോപ്പറായിട്ട് വാമപ്പ് സ്ട്രെച്ചിങ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പെയിന് മര്യാദയ്ക്ക് പോയിട്ടില്ല. ഈവൻ എൻ്റെ പ്രോട്ടീൻ ഗോൾ പോലും ഞാൻ അച്ചീവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ നല്ല മടിയുണ്ടായിരുന്നു ലെഗ് ഡേന്. എന്ത് ചെയ്യുന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഞാൻ സ്കിപ്പ് ചെയ്തു. അന്നത്തെ ദിവസം 4 ദിവസമായിട്ട് സ്കിപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡൗൺ ആയിരുന്നു. പിറ്റേന്ന് Day 1 മുതൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നൈറ്റ് പുറത്ത് പോയി പൊറോട്ടയും ബീഫും കഴിച്ച്. ബീഫ് ബായിലുള്ളവരാണ് നമുക്ക് ഓർമ്മ വന്ന് ഞാൻ ചലഞ്ചിലുള്ളതെന്ന്. വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അന്നത്തെ ദിവസം പോയി. പിന്നെ ഞാനൊരു ഡിസിഷൻ എടുത്ത് ജസ്റ്റ് ഒരു ഗ്യാപ്പ് എടുക്കുക. ഈ ഒരു ചലഞ്ചിന് ഒരു 1 വീക്ക് ഗ്യാപ്പ് എടുത്തിട്ട് ഒന്ന് പ്രോപ്പറായിട്ട് പെർഫെക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സത്യം പറഞ്ഞാൽ എനിക്കൊരു പെർഫെക്ഷൻ മെൻറ്റാലിറ്റി ഉണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെർഫെക്ഷൻ അല്ല. ഇപ്പോൾ സൊസൈറ്റിയിൽ പരന്ന് കിടക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പെർഫെക്ഷൻ അല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റിംഗ് കണ്ടീഷൻ, നല്ല ക്യാമറ, നല്ല മൈക്ക്, നല്ല ട്രൈപോഡ്,
അതെല്ലാം പോകണം, നല്ല സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു പെർഫെക്ഷൻ ഇല്ലേ, അങ്ങനത്തെ ടൈപ്പല്ല. അങ്ങനത്തെ അല്ലാന്നെങ്കിൽ ഞാനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല, മിക്ക യൂട്യൂബേഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ അല്ല, നമുക്കുള്ളത് വെച്ചിട്ട് നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്, നമുക്ക് എന്താണ് അഫോർഡ് ചെയ്യാൻ പറ്റുക, അത് വെച്ചിട്ട് എങ്ങനെ ഏറ്റവും ബെറ്റർ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും അത് കൊടുക്കണം. അത് കൊടുക്കാൻ വേണ്ടി എഫേർട്ട് ഇടണം. ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ട് എനിക്ക്. സത്യം പറഞ്ഞാൽ അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്ന് അറിയില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. സോ എനിക്ക് ആ ഒരു സംഭവം ഉണ്ട് ആക്ച്വലി എൻ്റെ മൈൻഡിൽ. എന്ത് കാര്യത്തിലായാലും, വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ വർക്കൗട്ടിൻ്റെ കാര്യത്തിലായാലും, എന്തായാലും ഏറ്റവും നല്ല ഔട്ട്പുട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുക ഉള്ളത് വെച്ചിട്ട്. എന്നിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് തന്നെ വർക്കൗട്ട് ചെയ്യുക, ഒരു മാസം ഒന്ന് പ്രോഗ്രസീവ് ഓവർലോഡൊക്കെ ചെയ്ത് ഈ ഒരു 5 കിലോൻ്റെ ഡമ്പൽ വെച്ചിട്ട് തന്നെ വർക്കൗട്ട് ചെയ്തിട്ട് അപ്പോഴേക്ക് എങ്ങനെയെങ്കിലും ജിമ്മിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഫണ്ട് സെറ്റാക്കാം, എന്നിട്ട് ജിമ്മിൽ പോവുക, ജിമ്മിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടാം. അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. എല്ലാം പോയി. ഈ ഡമ്പൽ തേച്ചുകൊണ്ട് തന്നെ മൊത്തം പ്ലാനും പോയി. സോ ഐ തിങ്ക് ഐ ഷുഡ് ഹിറ്റ് ദി ജിം ആസ് സൂൺ ആസ് പോസിബിൾ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഗ്യാപ്പ് എടുക്കാൻ പോക്കാന്ന്. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യും. സോ ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ 1 ആയിരിക്കും എൻ്റെ പ്രൊജക്ട് 50 ഡേ 1. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഡേ 50 ആയാലും ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് 50 ദിവസമായി. കറക്റ്റ് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തായാലും പ്രൊജക്ട് 50 വീക്ക് 1 എന്ന് പറഞ്ഞിട്ട് 3 ആഴ്ചക്കുള്ളിൽ ഒരു വീഡിയോ ഇടും. ഓക്കെ, കുറച്ച് ടൈം എടുക്കും, ബട്ട് ട്രസ്റ്റ് മീ, ഐ വിൽ ഷോ അപ്പ്. അപ്പോൾ ഓക്കെ, ബൈ.